പണിയെടുക്കുന്നത് ശമ്പളം വാങ്ങാനാണ്. അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഈ നേതൃത്വത്തിനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് നഴ്സിംഗ് സമൂഹത്തിനുണ്ട്. പക്ഷെ പരാതി ആർക്കാന്നറിയാമോ? ആരോഗ്യമന്ത്രിക്ക്. ആരോഗ്യമന്ത്രി ഇടപെട്ടു. നേഴ്സുമാർ സമരം ചെയ്യുമ്പോൾ അതിന് അവസരം കൊടുക്കരുതേ എന്ന് ആരോഗ്യമന്ത്രി കൽപ്പിച്ചു. ഒരു കാര്യം ചെയ്യൂ, മാനവയും വീഥിയിലേക്ക് പൊക്കോളൂ. അത് കോർപ്പറേഷന് കീഴിലാന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്ത് MA ബേബിയുടെ വകയെന്നാ കരുതിയിരുന്നത്. ആയിരക്കണക്കിന് പേർക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയണമെങ്കിൽ ഈ മേയർ വിചാരിച്ചതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റിലെ പൊരിവെയിലത്ത് നമ്മൾ ഇരിക്കും. ഏതോ ആശുപത്രി മുതലാളി, ഞാൻ മനസ്സിലാക്കുന്ന മിംസിന്റെ മുതലാളിമാരാണെന്നാണ് എന്റെ ധാരണ. കോട്ടയ്ക്കൽ അവര് ആ AMVയെ സ്വാധീനിച്ചിട്ട് ഇത് തടയാൻ ശ്രമിച്ചതാണ്. 130ഓളം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് വേട്ടയാടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഷാ അനുഭവിക്കുന്ന പ്രതിസന്ധി, അപമാനം, കുറ്റപ്പെടുത്തലുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ, UNA എന്ന് പറയുന്ന പ്രസ്ഥാനവുമായുള്ള എന്റെ ബന്ധം ആരംഭിക്കുന്നത് ഞാൻ മുമ്പത്തെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന കേവല ബന്ധമാണ്. ആശുപത്രിയിൽ സ്വാഭാവികമായി സമരം രൂപപ്പെട്ടപ്പോൾ അവകാശത്തിന് വേണ്ടി ജാസ്മിൻ ഷാ അന്ന് നേതാവാണ് എന്ന തരത്തിൽ ഒരു സമരത്തിനിറങ്ങിയപ്പോൾ അവരനുഭവിച്ച പ്രതിസന്ധി ആരും റിപ്പോർട്ട് ചെയ്യില്ല എന്ന ആത്മവിശ്വാസവും ഗുണ്ടാബോധവും ആശുപത്രി മുതലാളിമാരെ ഭരിച്ചപ്പോൾ ഒരു ദൈവ നിയോഗം പോലെ അത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതായിരുന്നു UNAയും ഞാനും തമ്മിലുള്ള ബന്ധം. ഞാൻ ഓർക്കുന്നു, ആ 2011-12 കാലഘട്ടത്തിലെ UNAയുടെ ആദ്യ സമരം കഴിഞ്ഞ് ജാസ്മിനും കൂട്ടരും എന്നെ കാണാൻ വരികയാണ്. തിരുവനന്തപുരത്ത് അന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഓഫീസാണ്. എനിക്ക് വലിയ അഭിമാനം തോന്നി. നമ്മുടെ സമൂഹത്തിൽ ആരും ചോദിക്കാനും പറയാനും സംരക്ഷിക്കാനും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഗുണഫലം പലരും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് നന്ദി പറയാൻ വേണ്ടി കുറച്ച് ആളുകൾ എന്നെ കാണാൻ വന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. നന്ദി മാത്രമാണ് ആഗ്രഹിക്കുന്നത്, വാക്കിൽ പോലും വേണ്ട, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അന്നു മുതൽ ഇവിടുത്തെ സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളും ആശുപത്രി മുതലാളിമാരും സംഘടിത തൊഴിലാളികളും UNA എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ, അതിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ, അതിന്റെ നേതൃനിര നിൽക്കുന്നവരെ ജയിലിലടയ്ക്കാൻ, അവരെക്കുറിച്ച് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം ജിഹാദി എന്ന് ചാപ്പകുട്ടാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നീതിയുടെ പക്ഷമായതുകൊണ്ട് ചേർന്ന് നിന്നതാ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും UNAയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല, വാർത്ത കൊടുക്കുന്നതിനപ്പുറം. ആകപ്പാടെ ഈ സംഘടനയിൽ ഒന്ന് ഇടപെടുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമുക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ഭയന്നുപോയ, പുതിയ പിള്ളേർക്കറിയില്ല, ഈ സംഘടന തന്നെ നിലച്ചു പോകുമെന്ന് കരുതിയ ഒരു കാലമുണ്ട്. അന്ന് എനിക്ക് ആകപ്പാടെ ബന്ധമുള്ളത് ജാസ്മിനോടാ. ജിതിനെ അറിയാം, കുറച്ചുപേരെ മാത്രം. ജാസ്മിൻ ജയിലിലാകുന്ന സാഹചര്യമാണ്, ഒളിവിലാണ്. UNAയുടെ സകല നേതാക്കന്മാരും ഒളിവിലാണ്. നിങ്ങളിൽ എത്ര പേർ പുതിയ ആളുകൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഈ ജാസ്മിൻ ഷായുടെ ഉണ്ടക്കണ്ണുള്ള ചിത്രം, ഇതടക്കം നേതാക്കന്മാരുടെ ചിത്രം മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രങ്ങളിൽ വലിയ വലുപ്പത്തിൽ ലുക്കൌട്ട് നോട്ടീസായിട്ട് വന്നു. സാധാരണ ലുക്കൌട്ട് നോട്ടീസൊക്കെ എവിടെയെങ്കിലും വന്ന് നമ്മൾ കാണില്ല. ഇത് എല്ലാവരും കാണണം. അത് കണ്ട് കണ്ണു നിറഞ്ഞവനാ ഞാൻ. കാരണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ പിൻബലമില്ലാതെ ആരെങ്കിലും സത്യം പറയാൻ ഇറങ്ങിയാൽ, ആരെങ്കിലും അനീതിക്ക് വേണ്ടി പോരാടിയാൽ, അനീതിക്കെതിരെ ശബ്ദിച്ചാൽ അവന് ഒരുപാട് ചാപ്പകൾ കിട്ടും, അവനെ കള്ളനാക്കും, അവനെ ജയിലിലടയ്ക്കും. അതൊക്കെ അവൻ സഹിക്കും. പക്ഷെ സഹിക്കാത്തത് എന്താണെന്നറിയാമോ? ആർക്കു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ദുഃഖം അനുഭവിക്കുന്നത്,
അവർ സംശയിക്കുമ്പോഴാണ്. ജാസ്മിൻ കടന്നുപോയത് അത്തരമൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു. ജാസ്മിൻ പാവപ്പെട്ട നേഴ്സുമാരുടെ പണം മോഷ്ടിച്ച കള്ളനാണ് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ജാസ്മിൻ എങ്ങനെ ജയിൽ ഒഴിവാക്കും എന്ന് കരുതിയിരിക്കുന്ന ജാസ്മിന്റെ സഹപ്രവർത്തകർ അവരനുഭവിച്ച മാനസിക സംഘർഷമുണ്ട്. അന്ന് തീരുമാനിച്ചതാണ്, എന്തു ദുരിതങ്ങൾ ഉണ്ടായാലും എന്ത് തിരിച്ചടി ഉണ്ടായാലും അവകാശ പോരാട്ടം നടത്തുന്ന ഈ മാലാഖമാർക്ക് വേണ്ടി, എന്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അവസാനം വരെ നിൽക്കുമെന്ന് എനിക്ക് അഭിമാനമുണ്ട്. അന്ന് ജാസ്മിൻ പറയുന്നുണ്ട്, അന്ന് ഞങ്ങളൊരു ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ സംഘടന ഇല്ലാതായി പോയനെ. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ യുവതികൾ, അവരൊക്കെ ഭൂരിപക്ഷം പേരും കേരളത്തിന്റെ പല ഭാഗത്തെയും ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരുമുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കൾ പറയുന്നു, എന്താണ് ഒരു ജിഹാദി കള്ളൻ നിങ്ങളെ ചൂഷണം ചെയ്യുന്നു, പോവരുത് എന്ന് പറയുന്ന സാഹചര്യം. അവരുടെ മുമ്പിൽ പറയുകയാണ്, ഈ മനുഷ്യൻ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ജയിലിൽ കിടന്നതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമാണ് ഇവിടെ ഒരു സാഗരം പോലെ, ഒരു കടല് പോലെ ഈ മാനവീയ വീഥിയിൽ എത്തി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആദ്യമായി UNAയുടെ ഒരു സമരത്തിൽ കൂടുതൽ ഇടപെടുന്നത് ഇക്കുറിയാണ്. ഇതിനു മുമ്പും ജാസ്മിനൊക്കെ പറയും, ഷാജൻ സാർ ഭയങ്കര സഹായം ഒന്നും ചെയ്യാറില്ല, ആകപ്പാടെ ചെയ്യുന്നൊരു സഹായം സാമ്പത്തിക ബാധ്യതയൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കിയാണ് വരുന്നത്, എന്റെ കയ്യിൽ നിന്ന് മുടക്കിയാണ് താമസിക്കുന്നത്. തൃശ്ശൂരിൽ UNAയുടെ സമ്മേളനം നടക്കുന്നു, എന്നോട് വരണമെന്ന് പറയുന്നു. ഞാൻ അവിടെ പങ്കെടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ചില ഭരണകൂടത്തിലെ നികർഷ ചിന്താഗതിക്കാർ എനിക്കെതിരെ അന്നൊരു കള്ളക്കേസ് എടുക്കുന്നു. ആ കള്ളക്കേസിൽ എനിക്ക് മാറി നിൽക്കേണ്ടി വരും എന്ന സാഹചര്യം ഉണ്ടാവുന്നു. ദൈവാനുഗ്രഹം കൊണ്ടും ചിലരുടെ സഹായം കൊണ്ടും അത് വളരെ കഷ്ടപ്പെട്ട് ഒഴിപ്പിച്ചാണ് അന്ന് തൃശ്ശൂർക്ക് പോകുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ പരിപാടിയിൽ മുഴുവൻ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നിയമപരമായ കാരണത്താൽ എനിക്ക് എറണാകുളത്ത് പോകണമായിരുന്നു. 130ഓളം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് വേട്ടയാടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഷാ അനുഭവിക്കുന്ന പ്രതിസന്ധി, അപമാനം, ആ കുറ്റപ്പെടുത്തലുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും ചോദിക്കും, വലിയ കള്ളനല്ലേ, നിരവധി കേസുകളെ പ്രതിയല്ലേ, എന്തിനാ ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി പടപൊരിച്ചതിന്? അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തൃശ്ശൂർ ചെന്നപ്പോൾ 10-15,000 നേഴ്സുമാരുണ്ട്. പക്ഷേ വാർത്തകൾ കാര്യമായിട്ടൊന്നുമില്ല. മറുനാടനിൽ വന്നു, കുറച്ചു പേരൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിനെ, നിങ്ങൾക്ക് കംഫർട്ട് സോൺ തൃശ്ശൂരാണ്, പക്ഷെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾ ഇങ്ങനെ ആളെ കൂട്ടി ഈ നേഴ്സുമാരുടെ കയ്യിലെ പണം മുടക്കി വണ്ടി പിടിച്ചു വന്ന് ഇങ്ങനെ പോയി മുദ്രാവാക്യം വിളിച്ചു പോയിട്ട് കാര്യമില്ല, ആരും അറിയില്ല. അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ജാസ്മിൻ പറഞ്ഞു റെഡി. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താം, മാധ്യമങ്ങൾ വരും, നേതാക്കന്മാർ വരും എന്ന് ഞാൻ പറയുകയാണ്. പിറ്റേ ദിവസം ഞാൻ കാണുന്നത് എന്താണെന്നറിയാമോ? UNAയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് 5 എന്ന് പറഞ്ഞ അനൗൺസ്മെന്റാ. ഒരാഴ്ച ആയിട്ടുള്ളൂ. ഞാൻ കരുതിയ ഒരു 3 മാസം കഴിഞ്ഞ് ഒരു പരിപാടി നടത്താവുന്ന. ജാസ്മിൻ അത് 5-ാം തീയതി അനൗൺസ്. ഞാൻ പറഞ്ഞു, ജാസ്മിന് നടക്കുമോ? നടക്കും, ആളെ ഞാൻ എത്തിക്കും. അത്ര ആത്മാർത്ഥതയോടെ എത്തും. കാരണം വലിയ വികാരമാണ് ശമ്പള വർധനവ്. പക്ഷേ നേതാക്കളെ ക്ഷണിക്കുന്നത് നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോഴാണ് ഒരു പ്രശ്നം. 5-ാം തീയതിയും ഈ വരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഇല്ല. ഞാനൊരു അടിയന്തര യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ജാസ്മിനെ ഞാൻ എല്ലാം ശരിയാക്കി തരാം, നിങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞില്ല, ഷാജൻ സാറെന്ന് പറയുന്നത് ശരിയല്ല, ചേട്ടൻ എന്നാണ് വിളിക്കേണ്ടത്, ഷാജൻ ചേട്ടൻ ഉണ്ടാവണം. അങ്ങനെ 4-ാം തീയതി ആക്കി. വളരെയധികം കഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞു, സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞു, നമുക്ക് കൺവെൻഷൻ നടത്താം. എവിടെ? നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്താം. ജാസ്മിൻ ഇവിടുത്തെ ഒരു പയ്യൻ, അവന്റെ പേര് ഞാൻ മറന്നുപോയി, ബഹുമെടുക്കൻ, അവന്റെ പേരെന്ന തിരുവനന്തപുരത്തെ പയ്യന്റെ പേര് അച്ചു. ആ പയ്യനാണ് കേട്ടോ. അവനെ ഏറ്റവും അധികം നമ്മൾ ആദരിക്കേണ്ടത് അവനെയാണ്. അവനാണ് ഓടി നടന്ന് എല്ലാം ചെയ്ത്. ഈ പയ്യൻ പോയി ബുക്ക് ചെയ്തു. പക്ഷെ മിനിഞ്ഞാന്ന് രാത്രി ഞാനപ്പോ എല്ലാവരെയും വിളിച്ചു, നേതാക്കന്മാരെയൊക്കെ വിളിച്ചു. മിനിഞ്ഞാന്ന് രാത്രി
ജാസ്മിൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു നിശാഗന്ധി ഓഡിറ്റോറിയം റദ്ദായി. കാരണം ഞാൻ അന്വേഷിച്ചു, നമുക്ക് അത്യാവശ്യം ബന്ധമുണ്ടല്ലോ. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്. ടൂറിസം മന്ത്രിയായ റിയാസിന് ഒരു പരാതിയുമില്ല. ഞാൻ അന്വേഷിച്ചു. പക്ഷെ പരാതി ആർക്കാന്നറിയാമോ? ആരോഗ്യമന്ത്രിക്ക്. ആരോഗ്യമന്ത്രി ഇടപെട്ടു. നേഴ്സുമാർ സമരം ചെയ്യുമ്പോൾ അതിന് അവസരം കൊടുക്കരുതേ എന്ന് ആരോഗ്യമന്ത്രി കൽപ്പിച്ചു, റദ്ദു ചെയ്തു. എന്താ വഴി? പുത്തരിക്കണ്ട മൈതാനത്ത് നടത്താമെന്ന് ആലോചിച്ചു. അപ്പോൾ പൊങ്കാല കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോൺഗ്രസുകാർ അവിടെ പദയാത്രയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നു. ശംഖുമുഖത്ത് നടത്താമെന്ന് ആലോചിച്ചു. ഏതാ മിനിഞ്ഞാന്നത്തെ കാര്യം ഞാൻ ഈ പറയുന്നേ, ഇന്നലത്തെ കാര്യം പറയുന്നേ. ഇന്ന് നിങ്ങൾ വരുവാണ്. ശംഖുമുഖത്ത് നടത്താമെന്ന് ആലോചിച്ചു. അതും ടൂറിസം വകുപ്പിന്റെ കീഴിലാണ്. പൂജപ്പര. അപ്പോൾ ഞാൻ ബഹുമാനായ മേയർ രാജേഷിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു പൂജപ്പര ഇതിൽ നടത്തൂ, പൂജപ്പര ഗ്രൗണ്ടിൽ നടത്തൂ. പക്ഷെ രണ്ട് പ്രശ്നം, അവിടെയും 5000 പേർക്കുള്ളിൽ ഇരിക്കത്തില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചുടുകട്ട അങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്തു ചെയ്യും? അപ്പൊ ഒടുവിൽ ജാസ്മിൻ പറഞ്ഞു നമുക്കൊരു കൺവെൻഷൻ സെന്റർ, ഉദയ കൺവെൻഷൻ സെന്റർ അവിടെ നടത്താം. ചെങ്കൽ രാജശേഖരൻ നായരെ ഞാൻ വിളിച്ചു. കവടിയാറിലെ വലിയ സെന്ററാണ്. അദ്ദേഹം പറഞ്ഞു 4 ലക്ഷം രൂപയാണ് സാധാരണ നിരക്ക്. നിങ്ങൾ പറഞ്ഞതല്ലേ, ഞാൻ കുറച്ചു തരാം. പക്ഷെ അവിടെ 4500 പേർക്ക് ഇരിക്കാൻ പറ്റൂ എന്ന് മാത്രമല്ല ഒരു നിവൃത്തിയുമില്ല. അവിടെ നടത്താമെന്ന് ആലോചിക്കുമ്പോൾ എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി ചോദിക്കുകയാണ്, എടാ മോനെ, നിങ്ങളുടെ ശമ്പളം 1333 ആക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ AC ഇട്ട ഒരു ആഡംബര ഹാളിൽ കൊണ്ട് സമരം നടത്തിയ നാട്ടുകാർ എന്ത് പറയൂടാ? അതും ശരിയാണല്ലോ. എന്താ നിവൃത്തി? ഒരു നിവൃത്തിയുമില്ല. ഞാൻ VV രാജേഷിനെ വിളിക്കുന്നു, നമ്മുടെ നഗരത്തിന്റെ മേയർ. ഒരു കാര്യം ആലോചിക്കുക, ഈ മേയർ എന്ന നിലയിൽ VV രാജേഷ് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും തിരക്കുള്ള ദിവസം ഇന്നലെയാ, പൊങ്കാല. അതിനൊരു കാരണമുണ്ട്. പൊങ്കാലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വരണമെന്ന് ആഗ്രഹിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. രാജേഷ് ഒന്നും പറയത്തില്ല, ആരെയും കുറ്റപ്പെടുത്തത്തില്ല. രാജേഷിനുള്ള എന്റെ ഏറ്റവും വലിയ ബഹുമാനം അതാ, ആരെയും കുറ്റപ്പെടുത്തത്തില്ല. പക്ഷേ എല്ലാം കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ ഒഴിവാക്കാൻ മേയർ രാജേഷും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. 24 മണിക്കൂറും അതിന്റെ പിന്നാലെയാണ്. കുടിവെള്ളം മുടക്കി, ചിലർ വാൽവ് അടച്ചു വെച്ച് കുടിവെള്ളം മുടക്കി. ശുചീകരണത്തിൽ പ്രതിസന്ധി, എല്ലാത്തിനും അതിജീവിക്കുന്നു. രാജേഷ് മേയറും നഗരസഭാ സെക്രട്ടറിയും അടക്കം കുറച്ചുപേർ വാഹനങ്ങളിൽ ചുറ്റി നടന്ന് എല്ലാത്തിന്റെയും പുറകെ നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ 15 തവണയാണ് ഇന്നലെ വിളിച്ചത്. 15 തവണ. ഓരോ ഐഡിയ എനിക്ക് തരും. ഞാൻ പറഞ്ഞു മേയറെ, രാജേഷ് എന്ത് ചെയ്യും, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഒടുവിൽ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, മാനവയും വീഥിയിലേക്ക് പൊക്കോളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയ. അത് കോർപ്പറേഷന്റെ കീഴിലാന്ന് എനിക്കറിയില്ല. ഞാൻ ഓർത്ത് MA ബേബിയുടെ വകയെന്നാ കരുതിയിരുന്നത്. അപ്പൊ കോർപ്പറേഷന്റെ കീഴിലാണ്, ധൈര്യമായി പൊക്കോളൂ. ഒരുപാട് പരിമിതികളുണ്ട്, ഒന്നിനെ കുറിച്ചും അറിയേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. നാളെ രാവിലെ കോർപ്പറേഷൻ വന്നിട്ട് അപേക്ഷ തന്നാ മതി. ധൈര്യമായി പൊയ്ക്കോളൂ. പന്തല് കെട്ടാനും മൈക്കിനും വരെയുള്ള ആളെ പറഞ്ഞ് ഇന്നലെ ഈ രാജേഷ് എന്ന മേയർ ഇത് ഈ തിരക്കിനിടയിൽ പറഞ്ഞ് തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൈയടി നമ്മുടെ രാജേഷ്, നമ്മുടെ മേയർക്ക് കൊടുക്കണം. ഞാൻ എല്ലാവർക്കും നന്ദി പറയുമ്പോഴും ഇവിടെ ഈ മഹത്തായ മാനവ വീഥിയിൽ ആയിരക്കണക്കിന് പേർക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയണമെങ്കിൽ ഈ മേയർ വിചാരിച്ചതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റിലെ പൊരിവെയിലത്ത് നമ്മൾ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ സത്യത്തിന്റെ വിജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. VV രാജേഷ് എന്ന മേയർ ദൈവം അയച്ചതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ സത്യത്തിന് വേണ്ടി ഇറങ്ങിയത്. എന്റെ അനുഭവം അങ്ങനെയാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിന്ന ഞാൻ നിരവധി കേസുകളിൽ പ്രതിയായ കഥ പറഞ്ഞല്ലോ. അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവസാന നിമിഷം ദൈവത്തിന്റെ കയ്യൊപ്പ് പോലെ ഒരു സഹായ ഹസ്തമുണ്ടാവും. നിങ്ങൾക്കറിയാമോ, ഒരു കേസിൽ എനിക്ക് അനേകം കേസുകളുണ്ട്, മാറി നിൽക്കുന്നു, ജാമ്യം കിട്ടുന്നു. ഒരു കേസിൽ കൂടി ജാമ്യം കിട്ടാൻ ഇടയുള്ളപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്കൊരു കേസിൽ ജാമ്യം തരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു 3-ാം ദിവസം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണം. എനിക്ക് ആദ്യമായി മറ്റൊരു കേസിലെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷെ കോടതിയോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിവർത്തികെട്ട് ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് 2 സംഘം പോലീസ് വരുന്നു. എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ആദ്യത്തെ അറസ്റ്റാ. നിലമ്പൂരിൽ നിന്നും പോലീസ് വണ്ടിയിൽ എന്നെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു.
മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നു. വക്കീൽ എണീറ്റ് നിൽക്കുന്നു. പ്രോസിക്യൂഷൻ പറയുന്നു മുൻകൂർ ജാമ്യം അസാധുവായി, കാരണം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തവർക്ക് ജാമ്യമേ ഉള്ളൂ, മുൻകൂർ ജാമ്യമില്ല. പിന്നെന്താ? അറസ്റ്റ് ചെയ്തവരെ ജയിലിലടയ്ക്കും. എന്റെ അഭിഭാഷകൻ കോടതിയോട് ചോദിച്ചു, എത്ര ദിവസമായി ഈ അപേക്ഷ ഇവിടെ കിടക്കുന്നു? ഇത് ആരുടെ കുഴപ്പമാണ്? ഇത് പരിഗണിക്കാൻ വൈകി എന്നതുകൊണ്ട് കുറ്റം ചെയ്യാത്ത ഒരാൾ ജയിലിൽ കിടക്കണോ? കോടതി പറഞ്ഞു അത് ന്യായമായ ചോദ്യം, നമുക്ക് പരിഗണിക്കാം. എന്തായാലും അറസ്റ്റ് ചെയ്തല്ലോ, അവർ നടപടിക്രമം പൂർത്തിയാക്കട്ടെ, വൈകുന്നേരം പരിഗണിക്കാം. മണിക്കൂറുകൾ നീണ്ട വാദത്തിനൊടുവിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതി വാദം കേട്ട് തീരുമാനമെടുക്കുന്നു, മുൻകൂർ ജാമ്യം തരുന്നു, വിട്ടയക്കുന്നു. ഇത്തരത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ നടക്കും. ഞാൻ സാധാരണ 9:30, ഞാൻ പറയാം, ബഹുമാനപ്പെട്ട മേയർ ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സാധാരണ 9:30 മണിക്ക് കിടക്കുന്ന ആളെ 4 മണിക്ക് എണീക്കും. ജാസ്മിനും സംഘവും വന്നിരുന്നു. ഇന്നലെ അവരോട് ഭക്ഷണം കഴിക്കാൻ പോയി. അതുകൊണ്ട് 11:30 മണി 12 വരെ എനിക്ക് ഇരിക്കേണ്ടി വന്നു. ഈ സമയത്ത് ജാസ്മിൻ ടെൻഷൻ അടിക്കുന്നു, ഹാരിസ് ടെൻഷൻ അടിക്കുന്നു, അജയ് ടെൻഷൻ അടിക്കുന്നു. എന്താ വിഷയം? മലബാറിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് വന്ന 3-4 ബസ് MVD പിടിച്ചിട്ടിരിക്കുന്നു. കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ 50,000 രൂപ പിഴയടച്ചിരിക്കുന്നു. എന്താ കാര്യം? ലൈറ്റ് ഇട്ടില്ലത്രേ, വഴിയിൽ പാർക്ക്. 50,000 രൂപ. ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു, അവർ വിടുന്നില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താ വെപ്രാളം? അപ്പൊ പറയുന്നു ഇതാ 50,000 രൂപ പിഴ അടച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു MVDക്ക് കൊടുക്കൂ, AMVക്ക് കൊടുക്കൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ 50,000 ആക്കണ്ട, 50 ലക്ഷം പിഴയൊട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അവരുടെ കയ്യിൽ 1 രൂപയില്ല. ഈ നാട്ടിൽ രൂപയും കൊണ്ട് നടക്കണമെന്നൊരു നിയമമില്ല. മാത്രമല്ല 20,000 രൂപയ്ക്കുള്ളിൽ കൈവച്ചാൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് കോടതിയിൽ അടച്ചോളാം, വിട്ടിട്ട് പോവും, ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. MVDക്ക് കാര്യം പിടികിട്ടി, അവർ വിട്ടുപോയി. മാത്രമല്ല ഞാൻ അപ്പോൾ തന്നെ ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. അച്ചൻകോവിൽ അജിത് എന്റെ സുഹൃത്താണ്. പാതിരാത്രിയിൽ തന്നെ MVDയെ വിളിച്ച് വിശദീകരണം തേടി. പപ്പ വെക്കുക, ഏതോ ആശുപത്രി മുതലാളി, ഞാൻ മനസ്സിലാക്കുന്ന മിംസിന്റെ മുതലാളിമാരാണെന്നാണ് എന്റെ ധാരണ. കോട്ടക്കൽ അവര് ആ AMVയെ സ്വാധീനിച്ചിട്ട് ഇത് തടയാൻ ശ്രമിച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? അവിടെ ഞാൻ ഉണ്ടായിരുന്നത്, എനിക്ക് വിളിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ഇടപെടല, എന്റെ കഴിവല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. സത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ ഈശ്വരൻ, പ്രകൃതി ഒരിക്കലും കൈവിടില്ല. മതമില്ലാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്? 1333 രൂപയ്ക്ക് വേണ്ടി. നമുക്കത് കിട്ടും. അത് കിട്ടിയാൽ മതിയാവൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടും. നമ്മൾ ജോലിയെടുക്കുന്നത് ശമ്പളം വാങ്ങാനാണ്. അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി ഈ നേതൃത്വത്തിനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് നഴ്സിംഗ് സമൂഹത്തിനുണ്ട്. നിങ്ങളോടൊപ്പം നിൽക്കുക എന്ന ചരിത്രപരമായ ദൗത്യം, പ്രകൃതിയുടെ ഉത്തരവാദിത്വം, ദൈവത്തിന്റെ കൽപ്പന എന്റെ മേലുമുണ്ട്. ഞാനും അത് ഏറ്റെടുക്കും. നമ്മൾ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടും. അവസാന ശ്വാസം വരെ ഈ നാട്ടിലെ ശമ്പളത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മാലാഖമാർക്കൊപ്പം ഞാനുണ്ടാവും. മറുനാടൻ മലയാളി എന്ന പ്രസ്ഥാനമുണ്ടാവും, ഈ സമൂഹമുണ്ടാവും, UN നേതൃത്വം ഉണ്ടാവും. ജയ് ഹിന്ദ്, ജയ് UN.